മുറിവിന് ഇന്ത്യ നൽകുന്ന തിരിച്ചടി 15 ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചടി നൽകുന്നു. ഇന്ത്യൻ സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ച ആ ഭീകരാക്രമണത്തിനുള്ള മറുപടിക്ക് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടു. ആ ഓപ്പറേഷന് ശേഷം 2 സൈനിക ഉദ്യോഗസ്ഥർ ചേർന്നുകൊണ്ട് ആ ഓപ്പറേഷൻ വിശദീകരിച്ചു എന്നത് തന്നെയാണ് വ്യോമസേന വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കരസേനയിലെ കേണൽ സോഫിയ ഖുറേഷിയുമായിരുന്നു എങ്ങനെയാണ് ഇന്ത്യ പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയത്, എന്തായിരുന്നു ഇന്ത്യയുടെ ആക്രമണ തന്ത്രം എന്ന് ലോകത്തോട് ഇന്ത്യൻ ജനതയോട് വിശദീകരിച്ചതും ആ 2 വനിതാ ഉദ്യോഗസ്ഥരായിരുന്നു. അവരുടെ ശബ്ദം ഉറച്ചതായിരുന്നു. അതാണ് ഇന്ത്യയുടെ നാരീശക്തി എന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു പ്രതികരണം, തിരിച്ചടി ആണ് ഇന്ത്യ നൽകിയത് എന്നുള്ളതാണ്. പഹൽഗാമിൽ ഇന്ത്യക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കിയ ഒരു ഭീകരാക്രമണം എന്ന് തന്നെ പറയാമായിരുന്നു. പ്രത്യേകിച്ച് ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ സാധാരണക്കാരായ ആളുകളെ അടക്കം കൊല ചെയ്ത സാഹചര്യമുണ്ടാകുന്നു. അതിന് ഉചിതമായൊരു മറുപടി ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചതാണ്. നയതന്ത്ര യുദ്ധം ആയിരുന്നു ഇന്ത്യ ആദ്യം സ്വീകരിച്ചത്. പിന്നീട് എപ്പോഴാകും സൈനിക നടപടി എന്ന് പാകിസ്ഥാൻ കരുതിയിരുന്നു. പക്ഷേ പാകിസ്ഥാന്റെ കണ്ണു വെട്ടിച്ചുകൊണ്ട്, അവരുടെ നിരീക്ഷണ റഡാറുകളെ വെട്ടിച്ചുകൊണ്ട് 9 ഇടങ്ങളിൽ ഒരേ സമയം 25 മിനിറ്റിനുള്ളിൽ ഇന്ത്യ ആക്രമണം നടത്തി എന്നുള്ളതാണ്. പാക് അധിനിവേശ കാശ്മീരിൽ മാത്രമല്ല, പാകിസ്ഥാൻ അകത്ത് കടന്നു കയറിക്കൊണ്ടുള്ള ഒരു ആക്രമണം കൂടിയാണ് ഇന്ത്യ നടത്തിയത്. ഇവിടെ രാകേഷ് എടുത്തു പറയേണ്ടത്, ഈ ആക്രമണത്തിന് ശേഷം നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്ന ചില പദപ്രയോഗങ്ങൾ തന്നെയുണ്ട്. ഒരു ക്ലിനിക്കൽ സർജറിയുടെ, ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ എത്രത്തോളം കൃത്യതയോടുകൂടിയാണോ ഒരു രോഗിയെ സർജറി ചെയ്യേണ്ടത്, അത്രമേൽ കൃത്യതയോടുകൂടിയുള്ള ആക്രമണം മാത്രമാണ് നടത്തിയത്. ആക്രമണത്തിനായി തെരഞ്ഞെടുത്ത ആയുധങ്ങൾ പോലും അതിന് ഒരു തരത്തിലുമുള്ള വ്യാപനവും ഉണ്ടാകാൻ പാടില്ല. എവിടെയാണോ നമ്മൾ ലക്ഷ്യം വെച്ചത് അവിടെ മാത്രം ആക്രമണം നടത്തുക. അതിനപ്പുറത്തേക്ക് സാധാരണക്കാരെ, സ്ത്രീകളെ, കുട്ടികളെ ഒന്നും ഒരു പോറൽ പോലും ഏൽപ്പിക്കുന്ന തരത്തിലുള്ള ആക്രമണം ഇന്ത്യ നടത്താൻ ആഗ്രഹിക്കുന്നില്ല, അത് ചെയ്തിട്ടുമില്ല എന്ന് ഇന്ത്യ ആവർത്തിച്ച് പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ആക്രമണത്തിന്റെ രീതി, ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ ഒക്കെ വളരെ കൃത്യമായി ഇന്ത്യ വിശദീകരിച്ചത്. ഈ പുറത്തു വരുന്ന ദൃശ്യങ്ങളിലും അത് തന്നെയാണല്ലോ വ്യക്തമാകുന്നത്. ജെയ്ഷെയുടെ ഭീകരാക്രമണ കേന്ദ്രം തകർത്ത് തരിപ്പണമാക്കിയതിന്റെ ദൃശ്യങ്ങളടക്കം ഇന്ത്യ എന്താണോ പറഞ്ഞത്, നമ്മുടെ സൈന്യം എന്താണോ പറഞ്ഞത്, അത് മാത്രമാണ് നമ്മൾ നടപ്പിലാക്കിയത് എന്നുകൂടിയാണല്ലോ. അതെ അഭിലാഷ്, ഈ ആക്രമണം കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് നടപ്പാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഈ 15 ദിവസം എടുക്കുകയും ചെയ്തത്. ഒരുപക്ഷെ രാജ്യത്തിന്റെ പൊതുവികാരം തിരിച്ചടിക്കണം എന്ന് തന്നെയായിരുന്നു. കാരണം മുൻപും എങ്ങുമില്ലാത്ത വിധം, ഒരുപക്ഷെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇത്രയും മേൽ സാധാരണക്കാരായ ആളുകൾ കൊല്ലപ്പെടുന്നത് ഇതാദ്യമായാണ്. മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം രാജ്യത്ത് വിവിധ ഭീകരാക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. അതെല്ലാം പലപ്പോഴും ബോംബ് സ്ഫോടനങ്ങളായിരുന്നു, അല്ലെങ്കിൽ സൈനിക താവളങ്ങൾക്ക് നേരെയായിരുന്നു. പ്രത്യേകിച്ച് പഠാൻകോട്ടിന് ശേഷം ഉറിയിലും നഗ്രോട്ടയിലും ഒക്കെ തന്നെ സൈനിക താവളങ്ങളാണ് പലപ്പോഴും ലക്ഷ്യം വെച്ചിരുന്നത് ഭീകരർ. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണക്കാരായ ആളുകൾ, പ്രത്യേകിച്ച് 26 പേര് നോക്കുമ്പോൾ ഒരാൾ നേപ്പാൾ സ്വദേശിയാണ്, മറ്റുള്ളവരെല്ലാം തന്നെ രാജ്യത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ളവരാണ്, വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. അപ്പോൾ ഒരു പൊതുവികാരം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. എത്രയും വേഗം തിരിച്ചടിക്കണമെന്ന അഭിപ്രായമുണ്ടായിരുന്നു. പക്ഷേ 15 ദിവസം സാവകാശമെടുത്തു. അതെന്ത് എന്നുള്ള ചോദ്യത്തിന് കൂടി ഉത്തരമാണിപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ നൽകുന്നത്. കാരണം കൃത്യമായ ആസൂത്രണം ഇതിനകത്ത് നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നിർണായക യോഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുണ്ട്. കാരണം പ്രധാനമന്ത്രി തന്നെ സംയുക്ത സേനാ മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം 3 സേനാ മേധാവികളുമായും പിന്നീട് കൂടിക്കാഴ്ച നടത്തി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് കഴിഞ്ഞ 24 മണിക്കൂറുടെ പ്രധാനമന്ത്രിയുമായി 2 തവണ കണ്ടു. അങ്ങനെ ഒരു വലിയ ആസൂത്രണം ഇതിനകത്ത് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കൃത്യമായി ഈ താവളങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ആക്രമണം നടത്തിയത്. അത് മുൻപെങ്ങനെയായിരുന്നോ, അതിന് ആക്രമണത്തിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്നതിന്റെ തെളിവുകൾ സഹിതം, ചിത്രം സഹിതമാണ് ഇന്ത്യ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ സൈനിക ഉദ്യോഗസ്ഥരും വിദേശകാര്യ സെക്രട്ടറിയും ഒക്കെ തന്നെ വിശദീകരിച്ചത്. മാത്രവുമല്ല, ഇന്ത്യ കൃത്യമായി ലക്ഷ്യം വെച്ചത് ഇത്തരത്തിൽ ഭീകര താവളങ്ങൾ മാത്രമാണ്. അവിടെ എടുത്തു പറയേണ്ട കാര്യം, വിദേശകാര്യ സെക്രട്ടറി പലപ്പോഴും പറഞ്ഞിരുന്നു. ഒപ്പം ഇന്ന് പുറത്തു വന്ന പ്രതിരോധ മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പിലും അക്കാര്യമുണ്ട്. പാകിസ്ഥാനിലെ സൈനിക താവളങ്ങളൊന്നും തന്നെ ലക്ഷ്യം വെച്ചിട്ടില്ല എന്ന്. മാത്രവുമല്ല, ജനവാസ മേഖലയെ ഇന്ത്യ ലക്ഷ്യം വെച്ചിട്ടില്ല.
അതുകൊണ്ട് തന്നെ ഭീകര താവളങ്ങൾ മാത്രമായിരുന്നു ലക്ഷ്യം. ഒരുപക്ഷെ ജനവാസ മേഖലയും ഇതിലൊക്കെ ഒരു ആക്രമണം നടത്തുകയായിരുന്നെങ്കിൽ ഇതായിരുന്നില്ല സ്ഥിതി. അന്താരാഷ്ട്ര വേദിയിലടക്കം പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമങ്ങൾ നടത്തുമായിരിക്കും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിലൊക്കെ തന്നെ പാകിസ്ഥാനാണ് ഈ വിഷയം ഉന്നയിക്കുകയും പിന്നീട് ഒറ്റപ്പെടുകയും ചെയ്തത്. പക്ഷേ അതിനൊന്നും ഇട നൽകാതെ ഭീകര താവളങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടൊരു ആക്രമണമാണ് ഇന്ത്യ നടത്തിയത്. ഈ ആക്രമണത്തിന് ശേഷവും ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യക്ക് പിന്തുണയുമായി രംഗത്ത് വന്നതും ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാകാം. അതായത് പാകിസ്ഥാൻ ഒരു ക്ലെയിം പോലും മുന്നോട്ട് വെക്കാൻ കഴിയാത്ത തരത്തിൽ ഭീകര താവളങ്ങൾ കണ്ടെത്തി തെരഞ്ഞു പിടിച്ച് ഒരു കൃത്യമായ ആസൂത്രണത്തോടു കൂടിയുള്ള ഒരു ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളും വിശദീകരണങ്ങളും തെളിവ് സഹിതമാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഏതായാലും വിദേശകാര്യ സെക്രട്ടറിയും 2 സൈനിക ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുകയും ചെയ്തു. ഏതൊക്കെ കേന്ദ്രങ്ങളിൽ ഏത് സമയത്ത് എങ്ങനെ ആക്രമണം നടത്തിയെന്ന് ഇന്ത്യ വിശദീകരിക്കുന്നു. ദൃശ്യങ്ങൾ അടക്കം ഇതാണ് പഹൽഗാമിനുള്ള മറുപടിയെന്ന് ഇന്ത്യ അടിവരയിട്ട് പറയുകയും ചെയ്യുന്നു. തന്റെ അമ്മയുടെ അടക്കമുള്ളവരുടെ സിന്ദൂരം മായ്ച്ചവർക്കുള്ള മറുപടിയാണ് സൈന്യം നൽകിയത് എന്ന് പഹൽഗാമിൽ രക്തസാക്ഷിയായ രാമചന്ദ്രന്റെ മകൾ ആരതി പ്രതികരിച്ചു. എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ നേരത്തെ ഇപ്പോൾ കുറെ പറഞ്ഞതുപോലെ തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്യാണ്. ഞങ്ങൾക്ക് വന്ന ലോസ് എവിടെയും ആർക്കും കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു രാവിലെ ഈ വാർത്ത കേട്ട് എഴുന്നേൽക്കുമ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ റിലീഫ് ആൻഡ് എ വെരി കംഫർട്ടിംഗ് മൊമെന്റ്. നമ്മളായിട്ട് ഇപ്പോൾ നമുക്ക് തീവ്രവാദികളെ ഇപ്പോൾ തിരിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത ഇതാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതും ഇതിങ്ങനെ നടന്നതിൽ സന്തോഷമുണ്ട്. ഇനിയും ഇങ്ങനത്തെ തീവ്രവാദങ്ങൾ ഇന്ത്യക്കും ഇന്ത്യയുടെ ഉള്ളിൽ നമ്മളെ പോലത്തെ ഇന്നസെന്റ് പീപ്പിളിനെതിരെ വരുന്നതിൽ ഇങ്ങനെ തന്നെ തിരിച്ചടിക്കണം എന്ന് ഞാൻ എൻ്റെ ഉറച്ച ശബ്ദത്തിൽ പറയും. ആകെ എനിക്ക് പറയാനുള്ളത് നമ്മളെ പോലത്തെ ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ മണ്ണിൽ നിന്നപ്പോഴാണ് നമുക്ക് ഈ ഒരു അറ്റാക്ക് വന്നത്. അവിടെ നിന്ന് വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്ത്. അപ്പോൾ അവിടെ പോയി കറക്റ്റ് ഈ ടെററിസ്റ്റ് ക്യാമ്പുകൾ പാകിസ്ഥാനിലെ കണ്ടുപിടിച്ച് ഈ 9 എണ്ണത്തിനെയും ഇല്ലാതാക്കിയതിൽ അതാണ് ഒരു കറേജിയസ് ഇതായിട്ട് കാണുന്നത്. മറ്റേത് ഭയങ്കര കവേർഡിഷ് ഓഫ് ദം എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇന്നസെന്റ് ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യാനാണ്? ഒരു AK-47 കൊണ്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാണ്? അതൊരു വെരി കവേർഡ് ഓഫ് ദം. അപ്പോൾ ഇതാണ് ഇന്ത്യ, ഇതാണ് ഞങ്ങളുടെ മറുപടി. എൻ്റെ അമ്മ അടക്കമുള്ള ഭാര്യമാരുടെ സിന്ദൂരം മാറ്റിയ ഈ ഒരു തീവ്രവാദം എന്നെ പോലെ പല മക്കളുടെ മുമ്പിൽ വെച്ച്, ആൺമക്കളായാലും പെൺമക്കളായാലും മക്കളുടെ മുമ്പിൽ വെച്ച് അച്ഛനെ കൊന്ന, അല്ലെങ്കിൽ സഹോദരിയുടെ മുമ്പിൽ വെച്ച് സഹോദരനെ കൊന്ന ഈ തീവ്രവാദത്തിന് ഇതിൽ പരം ഈ ഒരു ഓപ്പറേഷന് ഇത്രയും ഇതിനേക്കാൾ ആപ്റ്റ് ആയിട്ടുള്ള ഒരു നെയിം ഇല്ല എന്നാണ് എനിക്കും തോന്നുന്നത്. സോ ബിഗ് സല്യൂട്ട് ഫോർ ദാറ്റ് whoever who have done this operation, and big thank you to the government, the Prime Minister and the army people who have been working for it and behind it and working continuously forward. ഭീകരാക്രമണത്തിൽ മലയാളി കൂടി മരണപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. അപ്രതീക്ഷിതമായിരുന്നു മലയാളികളെയും സംബന്ധിച്ചിടത്തോളം. ഇത് ആ പെൺകുട്ടിയുടെ ശബ്ദത്തിൽ തന്നെയുണ്ട് അതിനുള്ള മറുപടി. ഈ ആക്രമണത്തിന് ഇന്ത്യയുടെ തിരിച്ചടിക്കിട്ട പേര് എത്രത്തോളം ഉചിതമെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഭീകരവാദികളുടെ സുരക്ഷിത താവളം എന്ന വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി തിരിച്ചടിക്കാനുള്ള ഇന്ത്യയുടെ അവകാശമാണ് വിനിയോഗിച്ചത്. തീവ്രവാദികളുടെ കേന്ദ്രങ്ങൾ തകർക്കുകയായിരുന്നു ലക്ഷ്യം. കൃത്യമായ മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ഇന്ത്യ നൽകിയത് എന്നും വിക്രം മിശ്രി പറഞ്ഞു. As you would be aware, India exercised its right to respond and preempt as well as deter more such cross-border attacks. These actions were measured, non-escalatory, proportionate and responsible. They focused on dismantling the terrorist infrastructure and disabling terrorists likely to be sent across to India. ഇന്ത്യയിൽ കൂടുതൽ ആക്രമണങ്ങൾ നടക്കുമെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടുണ്ട്. എന്തും നേരിടാൻ ഇന്ത്യ സജ്ജമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Our intelligence monitoring of Pakistan-based terrorist modules indicated that further attacks against India were impending. There was thus a compulsion both to deter and to preempt. രാകേഷ് തുടരുന്നുണ്ട്. രാകേഷ്, അതാണ് ഇനിയും ഭീകരാക്രമണങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് പുറത്തു വരുന്നു. അന്താരാഷ്ട്ര തലത്തിലടക്കം പാകിസ്ഥാൻ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴും പാകിസ്ഥാന്റെ ആദ്യ പ്രതികരണങ്ങളായി വരുന്നത്
ഇന്ത്യയിലേക്ക് ഇനിയും ആക്രമണം നടത്തും എന്ന മട്ടിൽ തന്നെയാണ്. ഇത് ഇന്ത്യയുടെ താൽക്കാലികമായ സന്തോഷം മാത്രമാണ് എന്നും ഇതിന് തിരിച്ചടി നേരിടേണ്ടി വരും എന്നുമൊക്കെയുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. പക്ഷേ ഇന്ത്യ ഉറപ്പിച്ച് തന്നെ നിലപാട് സ്വീകരിക്കുന്നു. ഇനി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ട് പ്രകോപനങ്ങൾ ഉണ്ടായാൽ ഒരുപക്ഷെ ഇപ്പോൾ ഇന്ത്യ ഈ തീവ്രവാദ കേന്ദ്രങ്ങളെ മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ അതായിരിക്കില്ല മറുപടി. സൈനികമായ നീക്കം പാകിസ്ഥാനിൽ നിന്നുണ്ടായാൽ ഇതായിരിക്കില്ല മറുപടി എന്നുകൂടിയാണല്ലോ ഇന്ത്യ പറഞ്ഞു വെക്കുന്നത്. അതെ അഭിലാഷ്, ഇപ്പോൾ അത്തരമൊരു നടപടിയിലേക്ക് ഇന്ത്യ കടന്നിട്ടില്ല. കാരണം ഇന്ത്യക്ക് പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള മറുപടി എന്ന നിലയിലാണ് ഇന്ത്യ ഇത്തരത്തിൽ ആക്രമണം നടത്തിയിട്ടുള്ളത്. അത് മുൻപത്തേതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇത്തവണത്തേതെന്ന് എടുത്തു പറയാം. കാരണം 2016 അല്ലെങ്കിൽ 2019 ഒക്കെ തന്നെ ഇത്തരത്തിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അന്നെല്ലാം തന്നെ പാക് അധീന കശ്മീരിലാണ് ഇന്ത്യ ആക്രമണം നടത്തിയിട്ടുള്ളത്. അതിന് കാരണം പാക് അധീന കശ്മീരാണ് എല്ലാ കാലത്തും ഭീകരരുടെ താവളം. പാകിസ്ഥാനിൽ നിന്ന് പരിശീലനം നേടുന്ന ഭീകരർ പാക് അധിനിവേശ കാശ്മീരിലെത്തുകയും അവിടെയുള്ള ലോഞ്ച് പാഡിലെത്തുകയും പിന്നീട് സാഹചര്യം നോക്കി പാക് സൈന്യത്തിന്റെ സഹായത്തോടു കൂടി അതിർത്തി കടക്കുകയും ഇന്ത്യയിൽ ആക്രമണം നടത്തുകയാണ് പതിവ്. ഇപ്പോൾ ഈ പഹൽഗാം ആക്രമണത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പോലും 2 ഭീകരർ പാകിസ്ഥാനിലുള്ളവരാണ്. അവർ 1.5 വർഷം മുമ്പ് ഇന്ത്യയിൽ എത്തിയെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗമൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇതൊരു പതിവ് രീതിയാണ്. അപ്പോൾ പാക് അധീന കശ്മീരിൽ തന്നെയാണ് എല്ലാ കാലത്തും ഇന്ത്യ ഇത്തരം ആക്രമണം നടത്തിയത്. ഒരുപക്ഷെ പാകിസ്ഥാൻ പോലും പ്രതീക്ഷിച്ചത് ഇന്ത്യ പാക് അധീന കശ്മീരിലായിരിക്കും ഇന്ത്യയുടെ ആക്രമണം എന്നുള്ളതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റു മേഖലകളിലേക്ക് ഇന്ത്യ ആക്രമണം നടത്തിയെന്താണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ വ്യത്യസ്തമാക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്, ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. കാരണം ഭൂമിശാസ്ത്രപരമായി പഞ്ചാബിനോടും അല്ലെങ്കിൽ ഇന്ത്യയുടെ പഞ്ചാബിനോടും ഒപ്പം തന്നെ രാജസ്ഥാനോടൊക്കെ ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയുടെ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ 4 ക്യാമ്പുകൾ ആക്രമിച്ചിരിക്കുന്നു. അതിന് പാകിസ്ഥാന്റെ മറുപടിയാണ് വന്നത്. പാകിസ്ഥാൻ ഈ ആക്രമണം നടന്നു എന്ന കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. പലപ്പോഴും ഇത്തരത്തിൽ ആക്രമണം നടന്നിട്ടില്ല എന്ന് പറയുന്ന പതിവൊക്കെ പാകിസ്ഥാൻ മുൻകാലങ്ങളിലൊക്കെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ത്യ അത്തരം അവകാശവാദം ഉന്നയിക്കുകയാണെന്ന വാദമൊക്കെ തന്നെ പാകിസ്ഥാൻ നിരത്താറുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ഇന്ത്യ ആക്രമണം നടത്തി എന്ന കാര്യം പാകിസ്ഥാൻ സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യക്ക് അല്ലെങ്കിൽ ഒരു മറുപടി നൽകും എന്ന പ്രതികരണമാണ് പാക് പ്രധാനമന്ത്രിയുടെയും മറ്റു നേതാക്കളുടെയും ഒക്കെ തന്നെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ കടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഏപ്രിൽ 26-ന് 22-ന് ഭീകരർ എന്ത് ചെയ്തോ അതിനുള്ള മറുപടിയാണ് ഈ സൈനിക ഭീകര താവളങ്ങളടക്കം ആക്രമിച്ചുകൊണ്ടുള്ള നടപടിയിലേക്ക് ഇന്ത്യ കടന്നത്. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് അത്തരമൊരു പ്രകോപനം ഉണ്ടായാൽ ഇതായിരിക്കില്ല സ്ഥിതി എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അത്തരം സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും അതിർത്തിയിലെ സാഹചര്യമൊക്കെ തന്നെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ഈ ഇന്ത്യയുടെ തിരിച്ചടിക്ക് ശേഷം സേനാ മേധാവികളൊക്കെ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി ആശയവിനിമയം നടത്തിയിരുന്നു, ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷം പ്രധാനമന്ത്രിയൊക്കെ തന്നെ ഇക്കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇന്നലെ ഈ ആക്രമണം നടക്കുന്നത് പുലർച്ചെ 1:05-നും 1:30-നും ഇടയിലാണ്. ഏതാണ്ട് 25 മിനിറ്റ് നേരമാണ് ഇന്ത്യയുടെ ഒരു തിരിച്ചടി ഉണ്ടായത്. അതിനെല്ലാം തന്നെ മേൽനോട്ടം വഹിച്ച് മോണിറ്റർ ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ പ്രധാനമന്ത്രിയെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗത്തിൽ ഇക്കാര്യങ്ങൾ പ്രത്യേകിച്ച് അതിർത്തിയിലെ സാഹചര്യമൊക്കെ തന്നെ വിശദമായി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടാകാം. ഒരുപക്ഷെ പ്രത്യേകിച്ച് അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലുമൊക്കെ തന്നെ ഇപ്പോൾ സാഹചര്യം ദുഷ്കരമായി വരികയാണ്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രകോപനം നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് എന്ത് നീക്കം, കൂടുതൽ സേനാ വിന്യാസം അടക്കം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മെന്ദാർ സെക്ടറിലൊക്കെ തന്നെയാണ്, പൂഞ്ചിരി മേഖലയിലൊക്കെ തന്നെയാണ് വലിയ രീതിയിലുള്ള ഷെല്ലാക്രമണം പാക് പട്ടാളത്തിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. പലപ്പോഴും പാക് പട്ടാളം പാക് സർക്കാരിന് മുകളിൽ നിൽക്കുന്ന ഒരു സംവിധാനമായി നിൽക്കാറുണ്ട്. കാർഗിൽ യുദ്ധകാലത്തൊക്കെ തന്നെ നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ അത്തരത്തിൽ പാക് പട്ടാളത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നീക്കം നടക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ സേന സർക്കാരും സൂക്ഷ്മമായി ഈ ഘട്ടത്തിൽ നിരീക്ഷിച്ചു വരികയാണ്.